ഹലോ ഗൈസ്, 2-3 ആഴ്ച പനി പിടിച്ചിട്ട് നല്ല ക്ഷീണമുണ്ടായിരുന്നു. അതിലിടക്കണം മധുഹൂത്ത് ഉണ്ടാക്കാൻ തോന്നിയത്. അങ്ങനെ ഫ്രീസറിൽ നിന്ന് ചിക്കനൊക്കെ എടുത്ത് ഞാൻ വെക്കണം മധുഹൂത്തട്ടാ. തക്കാളിയും ക്യാപ്സിക്കും 2-3 പച്ചമുളകും ഉള്ളിയൊക്കെ എടുത്ത് വെട്ടി നിരത്തി വൃത്തിയാക്കി. പിന്നെ കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്ത് കുറച്ച് നെയ്യും പിന്നെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി. നമ്മുടെ ഈ സ്പൈസസ് ഒക്കെ സെറ്റാക്കി കുക്കർ വെച്ച് അതിലേക്ക് സാധനങ്ങളൊക്കെ ഇട്ടിട്ടാ. പിന്നെ ഉള്ളി ഇട്ടിട്ടൊന്ന് നല്ലോണം ഇളക്കി മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ദേ ഉള്ളി കുക്കറിക്ക് മൊത്തമിട്ട് എന്നിട്ട് മൂപ്പിക്കാൻ തുടങ്ങി. നല്ല 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 മൂപ്പിച്ചെടുത്ത് എന്നിട്ട് ഇത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് ഓൾറെഡി ഞാൻ കടയിൽ നിന്ന് മേടിക്കണതാണ് ബോട്ടിലായിട്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് 2-3 പച്ചമുളക് ഇട്ട് പിന്നെന്താണ് കുറച്ച് തക്കാളി ഇട്ട് എല്ലാം കൂടിയിട്ട് പെടക്കണ്. കണ്ണൊന്നും കാണില്ലേ, വിശന്നിട്ട് അതിലിടക്ക് നല്ല പനി ഉണ്ടായിരുന്നു. അങ്ങനെ തക്കാളി മൊത്തം ഇട്ട് അങ്ങനെ എല്ലാ തക്കാളികൾക്ക് കൊട്ടി കുക്കറിക്ക് കൊട്ടി നല്ല മൂത്ത് നല്ല ഉടഞ്ഞിട്ടാ. നല്ല ഉടഞ്ഞു വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഈ ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ച മസാലയിലേക്ക് കൊട്ടിയിട്ടാ. പിന്നെന്താണ് ആ മസാല ജസ്റ്റ് ഒന്ന് ഒരു 1-2 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് കൂടിയോ എന്നൊരു സംശയം ഇടുമ്പോണ്ടായിരുന്നു. പക്ഷേ കഴിക്കുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ചിക്കനും ബാക്കിയുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചിക്കൻ മധൂത്താണ് വെക്കണത്. അങ്ങനെ ഫുള്ള് മസാല ഇട്ട് നല്ല ഇളക്കി ഈ ഉണക്ക നാരങ്ങ പിന്നെ ഡ്രൈ ലെമൺ പിന്നെ ക്യാപ്സിക്കം ലാസ്റ്റ് ഇട്ട് പിന്നെ അതേ കുറച്ച് മറ്റേ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതൊന്ന് ഇട്ട് അപ്പോഴേക്കും അത് ഇട്ടിട്ട് ഞാൻ നൈസായിട്ട് കുക്കർ കുറച്ചൊന്ന് വേവിച്ചെടുത്തിട്ടാണ്. കുക്കറിൽ ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മൂടിച്ച് അതിൻ്റെ ശേഷം നമ്മുടെ അരിയൊന്ന് നല്ലൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കമ്പനിയിൽ നിന്ന് തന്നെ എടുക്കണ അരിയായിട്ടത്. അത് കുറച്ച് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ആ പാത്രത്തിൽ നോക്കിയിട്ടുണ്ട് എടുക്കും ഞാൻ. അത് അരിയൊക്കെ ഒന്ന് എടുത്ത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് അരി വേവിക്കാൻ വെച്ച കുക്കർ തുറന്നിട്ട് നേരെ അതിലേക്ക് ഇട്ടിട്ടാണ്. ചിക്കൻ കുറച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുക്കർ തുറന്ന് അരിയിലിട്ട് വെള്ളം നല്ല ലെവലാക്കി എന്നിട്ട് നേരെ മൂടി വെച്ച് കുറച്ച് നേരം ഒരു വിസിൽ വരണ വരെ ഞാൻ മൂടി വെച്ച്. എങ്ങനെ വിസിൽ വന്ന് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രഷർ മുഴുവൻ പോണ വരെ വെയിറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഞാൻ എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് വെന്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് കളറ് കുറച്ച് കൂടിയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു എനിക്ക് തുറന്ന് നോക്കുമ്പോൾ. പക്ഷേ വെള്ളം കിട്ടിക്ക് അങ്ങനെയൊന്നുമില്ല, കറക്റ്റ് വറ്റി കറക്റ്റ് വെന്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇനി കഴിക്കാനുള്ള ഉറപ്പാണ്. നല്ല വിശപ്പുണ്ടായിരുന്നേ, അത് 2 ആഴ്ച പനി പിടിച്ച് നല്ല ടയേർഡായിട്ട് നിൽക്കുന്ന സമയം വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഞാനെന്താണ് ഇത് ചിക്കനൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് യമ്മി അങ്ങനെയൊക്കെ പറയാമല്ലേ ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അങ്ങനെ ഒരു പാത്രത്തേക്ക് ഞാനിട്ട് കഴിച്ച് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ഉപ്പും കാര്യങ്ങളൊക്കെ പാകമാണ്, എല്ലാ കാര്യങ്ങളും പാകമാണ്. അങ്ങനെ സലാഡും കുറച്ച് ഇതൊക്കെ കൂടിയിട്ട് അങ്ങനെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.